ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ വീണ്ടും ഭീഷണിയുമായി പാറ്റ പാർട്ടി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ അക്രമം രാജ്യവ്യാപകമാക്കുമെന്നാണ് CJP നേതാക്കളുടെ ഭീഷണി. ഡൽഹി BP ഹൗസിൽ നടന്ന ചർച്ച മന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. വിവരങ്ങളുമായി ആദർശ് ചേർന്നു. ആദർശ്, ഇപ്പോൾ ഡൽഹിയിൽ CJP വക്താക്കളും സർക്കാരുമായി നടത്തിയ ചർച്ച പൂർത്തിയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CJP വക്താക്കൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ രണ്ടാവശ്യങ്ങൾ സർക്കാർ അനുകൂലമായി ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? CJP ഇപ്പോൾ ആ ഒരു ചർച്ചയ്ക്ക് പിന്നാലെ വീണ്ടും ഭീഷണിയുമായി രംഗത്തെത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ. CJP ആകട്ടെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ മുന്നോട്ട് വെച്ച മറ്റ് ആവശ്യങ്ങളും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൈക്കൊണ്ട നടപടികളും ഒക്കെ കേന്ദ്രമന്ത്രിമാർ ഈ ചർച്ചയിൽ അറിയിച്ചിരുന്നു. മാത്രമല്ല, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യപേപ്പർ ചോർച്ചയിലും പരീക്ഷ മാറ്റിവെച്ചതിലും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച എല്ലാ കാര്യങ്ങളും വിശദമായി ആദർശ് നടപടിയാണ്. ഇപ്പോൾ JP നദ്ദ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് सरकार की ओर से मैं और मेरे साथ भारत सरकार के मंत्री जितेंद्र सिंह की बातचीत में शामिल हुए। उनकी बातें हमने सुनी। बातें सौहार्दपूर्ण वातावरण में हुई और कई दृष्टि से हम सारी बातों पर हर तरीके से चर्चा। उनकी मुख्यतः 3 डिमांड्स थी और 5 सुधार की दृष्टि से परीक्षा के लिए सुझाव थे। हमने उनको कहा कि हम कल आपके साथ दोपहर बाद मिलेंगे और फिर हम अपने जो आपको बताएंगे। सर, उनकी अभी तो ചർച്ചയ്ക്ക് ശേഷം JP നദ്ദ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ആദർശ് ചേർന്ന വിവരങ്ങളുമായി. ആദർശ്, ഈ ഒരു നടന്ന ചർച്ചയ്ക്ക് ശേഷം അവർ മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങളിൽ 2 ആവശ്യങ്ങൾ അതിൽ കേന്ദ്ര സർക്കാർ അനുകൂലമായ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകിയിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും CJP ഭീഷണിയുമായി മുന്നോട്ട് പോവുകയാണ്. നിലവിൽ നടന്ന ആ ഒരു ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഭീഷണിയുമായി രംഗത്തെത്തുന്നത്. അക്രമം രാജ്യവ്യാപകമാക്കുമെന്ന ഒരു നിലപാട് തന്നെയാണ് CJP മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് ഇതിന് പിന്നിൽ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സർക്കാർ നേരത്തെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിക്കുന്ന നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് അറിയിക്കുകയും പിന്നാലെ തന്നെ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തീരുമാനം ഉണ്ടാവുകയും ചെയ്തു. ചർച്ചയിൽ ഇക്കാര്യങ്ങളൊക്കെ കേന്ദ്രമന്ത്രിമാർ ഈ CJP നേതാക്കളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അവരകത്തേക്ക് തികച്ചും രാഷ്ട്രീയമായ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെ നാളെ വരെയാണ് അവർ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സർക്കാരിന് സമയം അനുവദിച്ചിരിക്കുന്നത്. നാളെ ഈ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ അവരിപ്പോൾ നടത്തുന്ന ഈ ഒരു സമരം അത് ജന്തർ മന്ദിറിൽ നടക്കുന്ന ആ സമരത്തിന്റെ മാതൃകയിൽ രാജ്യവ്യാപകമായുള്ള പ്രക്ഷോഭം ആരംഭിക്കുമെന്നാണ് BJP നേതാക്കൾ ഈ ചർച്ചയ്ക്ക് ശേഷം വ്യക്തമാക്കിയത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ചുള്ള കാര്യമായതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും കൃത്യമായ നടപടികളൊക്കെ കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യം സർക്കാർ ഈ ചർച്ചയ്ക്കെത്തിയ CJPയുടെ വക്താക്കളെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും CJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സമരം അവസാനിപ്പിക്കുവാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് അവർ തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്ന് ആ ആവശ്യത്തിൽ കടിച്ചു തൂങ്ങി നിന്നുകൊണ്ട് അവരുടെ ഈ ഒരു ജന്തർ മന്ദിറിൽ ഇപ്പോൾ നടക്കുന്ന ആ ഒരു അക്രമ സമരത്തിന്റെ മാതൃകയിൽ രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള അക്രമം നടത്തുവാനുള്ള നിലപാടുമായി അവർ മുന്നോട്ട് പോകുന്നത്. സർക്കാരാകട്ടെ രാജ്യത്തിന്റെ ഭാവിയായ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉചിതമായ നടപടികളൊക്കെ സ്വീകരിക്കും.
സ്വീകരിക്കുകയും അക്കാര്യം ഈ സമരക്കാരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സോനം വാങ്ങിച്ചു നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. എന്നാൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ നിയന്ത്രിക്കുന്ന ശക്തികൾ ഇത്തരത്തിൽ ഈ സമരം അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്ന ഈ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്. അമൽ.